ഫ്രണ്ട്സ്, ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും വന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. ഇവൾക്ക് ഉറക്കം വന്നിട്ട് ഇവൾ കിടന്ന് കരയുന്നത്. അപ്പം അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. എല്ലാം വിശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർ വന്നപ്പം കടച്ചക്ക കറിയും കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതാ ഒരു കടച്ചക്ക അവർ കറി വെച്ചതിൻ്റെ ബാക്കി പകുതി കടച്ചക്കയും നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങാപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ ഐശുമോളെ കൊണ്ടുവന്നേ? മാങ്ങാപ്പഴം കൊണ്ടുവന്നു, കൈതച്ചക്ക കൊണ്ടുവന്നു, പഴം കൊണ്ടുവന്നു. എല്ലാം ഐശുമോൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മമ്മയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവർക്ക് നമുക്ക് ഉച്ചയ്ക്ക് ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ലൈമാക്കി കൊടുക്കാം. അവർ വരുന്നെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നും ആക്കുന്ന പോലെ തന്നെ രാവിലെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ചെമ്പരത്തി ആക്കിയിട്ടില്ലായിരുന്നേ. അപ്പം ഇന്ന് ഞാൻ എന്തോ ചെമ്പരത്തിയൊക്കെ എടുത്ത് വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ലൈം അടിച്ച് കൊടുക്കാം അവർക്ക്. അപ്പം ചെമ്പരത്തി വെള്ളമൊക്കെ ഞാൻ നല്ല റെഡിയാക്കിയിട്ടുണ്ട്. നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഇനി 2 ചെമ്പരത്തിയുടെ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം. അവർക്ക് മധുരം അത്ര പറ്റത്തില്ല, ഷുഗർ ഉണ്ട് 2 പേർക്ക്. അതുകൊണ്ട് ഞാൻ ചെറിയ മധുരം ഇട്ടിട്ടുള്ളൂ. എന്തായാലും അവർക്ക് കൊടുക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നത് അച്ഛന് ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത്, അമ്മ മുന്നേ കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത് കൊടുക്കട്ടെ. ഞാൻ ഐഷുമോൾ അമ്മയുടെ കയ്യിലാണ് ഉള്ളത്. എൻ്റെ അച്ഛൻ ഉറങ്ങുവാണ്. ഇവിടുത്തെ അച്ഛൻ തിണ്ണയിൽ കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ അമ്മ തൊഴിലുറപ്പിന് പോയേക്കുക. ഇവർ വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ അവരെ കണ്ടിട്ടാവും. ഇനി ഇവർ വൈകുന്നേരം പോകുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. നമ്മുടെ ചെമ്പരത്തി ലൈമ് അമ്മക്ക് കൊടുക്കാം കേട്ടോ. ഇതാണ് അമ്മ. ഇതാ ഐശുമോളെയും കൂടി ഇരിക്കുക. കുടിച്ച മധുരം ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. സൂപ്പർ സൂപ്പറാണ്. അയ്യോ ഐശുമോ കൊടുക്കല്ലേ, വേണ്ട, തണുപ്പാന്ന്. ആദ്യമായിട്ടൊരു ഇച്ചിരി പൈനാപ്പിൾ കൊടുക്കുവാണേ. അച്ഛൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. നമുക്ക് വെള്ളം അച്ഛന് കൊടുക്കാം കേട്ടോ. അച്ഛൻ്റെ പെങ്ങളെ ഫോൺ വിളിക്കുക. അങ്ങനെ അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഐഷുമോൾ ഉറങ്ങി. അവിടുത്തെ അച്ഛൻ ഉറക്കമായിരുന്നു. വിളിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടിയുടെ അടുത്തേക്ക് പോവുക. അച്ഛനും അമ്മയും സാധനങ്ങളൊക്കെ തന്നിട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക്. പെട്ടെന്ന് തന്നെ എത്തും. അമ്മ ടാറ്റ എഴുതിട്ട് അമ്മയ്ക്ക് ടാറ്റ. അച്ഛനമ്മ പോവാണ്. ഓക്കെ. ഒരു കൈതച്ചക്കയുടെ കുറച്ച് കഷ്ണങ്ങളും പിന്നെ ഒരു കടച്ചക്കയുടെ പകുതിയും ഒരു മാങ്ങയും കുറച്ച് പഴവും അവർ കൊണ്ടു തന്നുള്ളൂ. പിന്നെ കടച്ചക്ക കറിയും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉള്ളെങ്കിലും ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പോലും അവരൊക്കെ കൊണ്ടു തരുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നാണെന്നറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്നുവെച്ചാൽ ഞാൻ രാവിലെ അമ്മ ഫോൺ വിളിച്ചപ്പം വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞ കറി എന്നാന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കടച്ചക്ക വറുത്തരച്ച് വെച്ച കറിയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ കടച്ചക്ക കഴിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ കടച്ചക്ക കറി ഞാൻ കഴിച്ചിട്ട് കുറേ ആയി അമ്മയോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കണ്ണൂർ പോയേക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പോയിട്ട് വന്നപ്പോൾ തന്നെ അവർ ചോറ് കഴിക്കാനിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എവിടെ നിന്നാണ് ഇത് മേടിച്ചതെന്നൊക്കെ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും അമ്മയും ആ ഒരു കടച്ചക്കയുടെ പകുതിയും പിന്നെ മാങ്ങയും കുറച്ച് കൈതച്ചക്കയുടെ കുറച്ച് കഷ്ണങ്ങളുമായിട്ട് വന്നതാണ് കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ പെമ്മക്കളെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പം അത് അവർ അച്ഛനും അമ്മയും നമ്മളെ കല്യാണം കഴിപ്പിച്ചൊരു വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളായിട്ടാണെങ്കിലും കയറി വരുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അതെല്ലാ പെമ്മക്കൾക്കും അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുമല്ലോ. അതൊരു വല്ലാത്ത ഒരു സന്തോഷമാണ്. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. അതൊരു
പ്രത്യേക ഒരു അനുഭൂതിയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഐഷു മോള് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. അച്ഛനും അമ്മയും പോയി. പിന്നെ ഐഷു മോൾ എണീറ്റിട്ട് എനിക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എസ്പെഷ്യലി എന്നെപ്പോലുള്ള കുറേ പെമ്മങ്ങൾക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.